എല്ലാ ആക്ടേഴ്സും സ്വന്തം ആർട്ട് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള സ്പേസ് പലപ്പോഴും റോളുകളിൽ കിട്ടാറില്ല. നിവിന് ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഒരു റോൾ ക്രിയേഷനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇതുപോലുള്ള റോള്, ഒരു ആസ്പെർജർ സിൻഡ്രമുള്ള ഒരാളുടെ ഒരു കഥ എന്ന് പറയുന്നത് എങ്ങനെയാണത് ഓരോ മൂമെൻറ്റിലും ആ കഥാപാത്രത്തിൻ്റെ ഓരോ വളർച്ചയുടെ ഭാഗത്തും അതെങ്ങനെ ഉണ്ടാവണം, ഏത് ടോണിൽ ഒരു സ്ട്രേഞ്ച്നെസ് ഉണ്ടല്ലോ ബിഹേവിയർ, അതെങ്ങനെ അതിനെ ടൈലർ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വിശദമായി സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് പോയതാണ്. അപ്പോൾ പലപ്പോഴും ഒരു മധ്യഭാഗത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങുമ്പോൾ അവിടെ കാണുന്ന ഇമോഷൻ നേരത്തെ എങ്ങനെ ഗ്രാജ്വലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് ആക്ടറും ഡയറക്ടറും മാത്രമുള്ള ട്രസ്റ്റിൻ്റെ കളിയാണത്. ഒരു റോള് ഇഫ് ഇറ്റ് ഈസ് വെൽ റിട്ടൺ, വെൽ കൺസീവ്ഡ് ആൻഡ് വെൽ റിട്ടൺ, അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ടാവും. അത് യുണീക്കായിട്ടുള്ളൊരു ഓതൻറ്റിസിറ്റി ഉള്ള ഒരു ജീവിതമായിട്ടത് വരും. സോ ഇറ്റ് ഈസ്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രേറ്റ് റൈറ്റേഴ്സ് ക്യാരക്ടറൈസേഷൻസ്, അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ അത്രത്തോളം ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ക്യാരക്ടറൈസേഷൻ അത്രയും മുമ്പോട്ട് പോകാൻ പറ്റിയത്. അതർവൈസ് ഞാൻ വേറൊരു പ്രത്യേക മാജിക് ഒന്നും അതിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ഞാനവരോട് ധാരാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ധാരാളം സംസാരിക്കാറുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയുമുള്ള അവരുടെ മാനസിക നിലയെ ഒരു 1-2 നിലയിൽ ആഴത്തിൽ പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രീ ഷൂട്ട് റിഹേഴ്സൽസ് പലപ്പോഴും നടക്കാറുണ്ട്. കാരണം ആക്ടറെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമല്ല ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഈസ് എ വെരി എക്സ്പെൻസീവ് ടൈം. നമ്മളൊരു 30-35 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ടെക്നോളജിക്കും മറ്റാ സീൻ സെറ്റ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. ആക്ടറെ ഒന്നാമത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവിടെ ഇല്ല. സോ ദ ആക്ടർ ഹാസ് ടു ബി ഐദർ പ്രിപ്പയർഡ് ഏർലിയർ, അല്ലെങ്കിൽ അവർ എത്ര സ്കിൽഫുൾ ആയിരിക്കണം ഇമ്മീഡിയറ്റ്ലി അത് പിക്കപ്പ് ചെയ്യാൻ. സോ അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ പല ആക്ടേഴ്സും, അത് പുതിയ ആൾക്കാരാണെന്ന് ആവണമെന്നില്ല, ഒരുപാട് സമയം, ഇപ്പോൾ പാർവതിയൊക്കെ പോലുള്ളൊരു ആക്ടർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയാം. കാഴ്ചയിൽ ഒരുപാട് സമയം ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്രയൊക്കെ ഡെപ്തിൽ പോകണമെന്ന് നമുക്ക് തോന്നും, അത്രയൊക്കെ ആവശ്യമുണ്ട്. അവരുടെ ബാക്ക് സ്റ്റോറിയും അതിലൊരോ മൊമെൻ്റ് ലൈൻ്റെ ഓരോ ഡയമെൻഷനെ കുറിച്ചും കീറി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പാർവതിയെ പോലുള്ളൊരു ആക്ടർ അത് ആ കഥാപാത്രത്തെ പ്രിപ്പയർ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്, മെൻ്റലി അത് ഷുവറാക്കാൻ. സോ ഷൂട്ടിങ്ങിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷി വാസ് ഓൾറെഡി പ്രിപ്പയർഡ്.